ഒരിക്കൽ ഈ രാജ്യം മുഴുവനായി എതിർത്ത് തോൽപ്പിച്ച പൗരത്വ പരിഷ്കരണത്തെ വീണ്ടും വളഞ്ഞ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. താങ്കൾ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ അടിമുടി ദുരൂഹമാണ്. ഇത്തരം വോട്ടർ, പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഘപരിവാറിനെ സംബന്ധിച്ച് ഒരു ടാർഗറ്റാണ്. അവിടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആശങ്കകൾ ബലപ്പെടുന്നുണ്ട്. ഇത്തരം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവിടെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇത് പൗരത്വ പദ്ധതിയെ വീണ്ടും പിൻവാതിലൂടെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. ഇവിടെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ട വലിയൊരു ചോദ്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പൗരത്വത്തിനകത്ത് എന്താണ് കാര്യം? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൗരത്വം നിർണ്ണയിക്കാനുള്ള ആധികാരികമായ സ്ഥാപനമല്ലെന്നിരിക്കെ അതിനെ ആ അർത്ഥത്തിൽ ചുമതലപ്പെടുത്തുന്ന തരത്തിലേക്ക് നിങ്ങൾ പൗരത്വം പരിശോധിക്കുന്ന അവകാശത്തിന് അതിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാണ്. ഇപ്പോൾ പൗരത്വ പദ്ധതിയുടെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നത് തന്നെയല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സ്വാഭാവികമായ ആവാസസ്ഥാനം. അതുപോലെ മറ്റ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലൊക്കെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരികയും അതേസമയം ഇവിടെ മുസ്ലിങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ച് നിർത്തുകയും ചെയ്ത കൃത്യമായൊരു വംശീയ പദ്ധതി പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് പൗരത്വ പരിഷ്കരണത്തെ കാണുന്നതെങ്കിൽ അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും ആവർത്തിച്ച് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള മോഹൻ ഭഗവതിനെ പോലുള്ള ആളുകളുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല, പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് മോഹൻ ഭാഗവത് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കോടതി അടക്കം ജുഡീഷ്യറി അടക്കം ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഈ പറയുന്ന സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു